എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ വീഡിയോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണുക. നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കേരള യൂണിവേഴ്സിറ്റി ഒന്നാം വർഷ ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള ജനറൽ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഒന്നാമത്തെ നമുക്ക് നോക്കാം, എന്താണ് സ്പോട്ട് അലോട്ട്മെന്റ്. പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന സംശയമായിരിക്കും, എന്താണ് സ്പോട്ട് അലോട്ട്മെന്റ്. നമുക്ക് നോക്കാം. ഡിഗ്രി കോഴ്സുകളിൽ നിലവിലുള്ള ഒഴിവുകൾ നികത്തുന്നതിനായി മേഖലാടിസ്ഥാനത്തിൽ ഒരു കേന്ദ്രത്തിൽ വെച്ച് യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന അലോട്ട്മെന്റ് പ്രക്രിയയാണ് സ്പോട്ട് അലോട്ട്മെന്റ്. ചുരുക്കി പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാ അലോട്ട്മെന്റുകൾക്ക് ശേഷവും അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് ഒഴിവുകളും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അങ്ങോട്ട് എന്ത് ചെയ്യും, ചില കേന്ദ്രങ്ങളിൽ മേഖലാടിസ്ഥാനത്തിൽ ഓരോ ജില്ലകളിലും സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഓരോരോ സ്ഥലങ്ങളിൽ വെച്ച് ഓരോരോ യൂണിവേഴ്സിറ്റിയുടെ ഓരോരോ കേന്ദ്രങ്ങളിൽ വെച്ച് നേരിട്ട് അലോട്ട്മെന്റ് നടത്തുന്ന പ്രക്രിയയാണ് സ്പോട്ട് അലോട്ട്മെന്റ്. ഇതിലെന്ത് ചെയ്യില്ല, നിങ്ങൾ അലോട്ട്മെന്റ് വരികയോ അലോട്ട്മെന്റ് കിട്ടുമോ അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് അഡ്മിഷൻ ആണ് നടക്കുന്നത്. ഇവിടെ ഡയറക്റ്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോയി അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാം, അഡ്മിഷൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താം. അല്ലാതെ ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയർ അല്ല, ഡയറക്റ്റ് അഡ്മിഷൻ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ജനറൽ സ്പോട്ട് അലോട്ട്മെന്റുകളിൽ ആർക്കൊക്കെ പങ്കെടുക്കാം നോക്കാം. നിലവിൽ ഓൺലൈൻ രജിസ്ട്രേഷനിൽ ഉള്ള എല്ലാ വിഭാഗം ജനറൽ, SC/ST, SC/BC, OBC, OEC, OBH, OBLC മുതലായ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ സാധിക്കുന്നത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആർക്കൊക്കെ പങ്കെടുക്കാന്ന് വെച്ചാൽ ജനറൽ, SC/ST, SC/BC, OBC, OEC, OBH എന്നിങ്ങനെയുള്ള എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. മാനേജ്മെന്റ് കോട്ട രജിസ്ട്രേഷൻ മാത്രമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? സാധിക്കും. നിങ്ങൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾ മെറിറ്റ് കോട്ടയിലേക്ക്, ഗവൺമെന്റ് സീറ്റുകളിലേക്ക് അഡ്മിഷനായി അലോട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാത്തത് മൂലം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മാനേജ്മെന്റിൽ പൈസ കൊടുത്ത്, നിങ്ങൾ 10,000, 20,000, 30,000 ഒക്കെ രൂപ പൈസ കൊടുത്തിട്ട് നിങ്ങൾ മാനേജ്മെന്റ് സീറ്റ് എടുത്ത വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ മാനേജ്മെന്റിൽ പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് ജനറൽ മെറിറ്റിലേക്ക്, അത് ഗവൺമെന്റിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മാനേജ്മെന്റിലൊക്കെ നല്ല പൈസ കൊടുത്തിട്ടൊക്കെ സീറ്റ് എടുത്തിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ഗവൺമെന്റിലേക്ക് തിരിച്ചു വരണം, ഗവൺമെന്റിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഗവൺമെന്റ് അലോട്ട്മെന്റിനായിട്ട് പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. അതിപ്പം നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി തന്നെ കൃത്യമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് അവിടെ നൽകുന്നതാണ്. മാനേജ്മെന്റ് കോട്ടയിൽ മാത്രം ഉള്ള വിദ്യാർത്ഥികൾ, മാനേജ്മെന്റ് കോട്ട രജിസ്ട്രേഷൻ മാത്രമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെന്റ് പങ്കെടുക്കാൻ സാധിക്കുമോ? സാധിക്കും. മാനേജ്മെന്റ് കോട്ട മാത്രം രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇതുവരെ അലോട്ട്മെന്റിന് അപേക്ഷിച്ചില്ല. ഒന്നെങ്കിൽ അലോട്ട്മെന്റിന് അപേക്ഷിച്ചു, അലോട്ട്മെന്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ അലോട്ട്മെന്റിനൊന്നും അപേക്ഷിച്ചില്ല. ഡയറക്റ്റ് മാനേജ്മെന്റിൽ പ്രവേശനം നേടിയവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നിലവിൽ ഒരു രജിസ്ട്രേഷനും ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കും. അതായത് ഇതുവരെ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നു, പക്ഷേ എന്തില്ല, ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല.
നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നു, പക്ഷേ ഇതുവരെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. സാധിക്കും. നിലവിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികളെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് മാനേജ്മെൻറ്റ് കോട്ട ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ ഒഴിവ് ഉള്ള പക്ഷം അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് പരിഗണിക്കുന്നതാണ്. ഇവിടെ പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. നിലവിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ, അത് ജനറൽ മെറിറ്റ് സീറ്റിലേക്ക്, മാനേജ്മെൻ്റ് അല്ല, ജനറൽ മെറിറ്റ് സീറ്റിലേക്ക് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ജനറൽ മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിച്ചില്ല പക്ഷേ മാനേജ്മെൻറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയവർക്കും ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയവർ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ, അതായത് വേറെ വിദ്യാർത്ഥികളില്ലെങ്കിൽ വേറെ വിദ്യാർത്ഥികളില്ലാത്ത പക്ഷം അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് പരിഗണിക്കപ്പെടുന്നതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിലേക്കായി വിദ്യാർത്ഥി എന്ത് ചെയ്യണം? വളരെ ഒരു ഉത്തമമായ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഉത്തരം ഇവിടെയും വരുന്നുണ്ടല്ലേ? ഓക്കെ, നോക്കാം. വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്ന സെൻറ്ററിൽ രാവിലെ 10 മണിക്ക് മുമ്പായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ സമയം 8:30 മണി മുതൽ 10 മണി വരെ. സമയം കഴിഞ്ഞു വരുന്നവരെ ഒരു കാരണവശാലും പരിഗണിക്കുന്നല്ല. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വിദ്യാർത്ഥികൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവരാണെങ്കിലും അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിച്ചവരായാലും മാനേജ്മെൻറ്റ് എന്ത് പ്രവേശനമായാലും നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച ശേഷം അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് രാവിലെ 10 മണിക്ക് മുമ്പായി സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്ന സെൻറ്ററിൽ 10 മണിക്ക് മുമ്പായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ 8:30ക്കും 10:30ക്കും ഉള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഈ 10 മണിക്ക് ശേഷം റിപ്പോർട്ട് ചെയ്യുന്നവരെ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ഇനി അടുത്തൊരു ചോദ്യമാണ്, നമുക്ക് നോക്കാം. സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്ന സെൻറ്ററുകളിൽ ആർക്കൊക്കെ പ്രവേശിക്കാം? ഓക്കെ, നിങ്ങളുടെ കൂടെ മറ്റാർക്കെങ്കിലുമൊക്കെ വരാൻ പറ്റുമോ? നമുക്ക് നോക്കാം. അലോട്ട്മെൻറ്റ് സെൻറ്ററുകളിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. എന്തെങ്കിലും കാരണവശാൽ നേരിട്ട് ഹാജരാകാൻ സാധിക്കാത്തവർക്ക് വിദ്യാർത്ഥികളുടെ സാക്ഷ്യപത്രം, ഓതറൈസേഷൻ ലെറ്റർ നൽകി രക്ഷിതാവിനെ അയക്കാവുന്നതാണ്. ഇതായത് ഇപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ സ്പോട്ട് അഡ്മിഷൻ സെൻറ്ററിൽ നിലവിൽ വിദ്യാർത്ഥികളെ മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. രക്ഷിതാക്കൾക്കോ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒന്നും തന്നെ സ്പോട്ട് അഡ്മിഷനിൽ വിദ്യാർത്ഥികൾക്ക് പകരം പങ്കെടുക്കാൻ സാധിക്കില്ല. അതിപ്പം പങ്കെടുക്കാൻ സാധിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിദ്യാർത്ഥികളുടെ സാക്ഷ്യപത്രം. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് തന്നെ 2 സ്ഥലത്ത് പോകണമെങ്കിൽ ആ വിദ്യാർത്ഥിയെ കൊണ്ട് 2 സ്ഥലത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരിടത്ത് വിദ്യാർത്ഥിക്ക് പോകാം, മറ്റൊരിടത്ത് പ്രതിനിധിയെ അയക്കാൻ പറ്റും, പ്രതിനിധിയെ അയക്കാൻ സാധിക്കും. അതിനെന്ത് ചെയ്യണം? വിദ്യാർത്ഥികളുടെ സാക്ഷ്യപത്രം വേണം. എനിക്ക് ഇന്ന സ്ഥലത്ത് സ്പോട്ട് അഡ്മിഷന് പോകേണ്ടതിനാൽ ഇന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ സാധിക്കില്ല, ആയതിനാൽ ഞാൻ എൻ്റെ പ്രതിനിധിയെയാണ് അയക്കുന്നതെന്ന് വിദ്യാർത്ഥിയുടെ സാക്ഷ്യപത്രം കൊണ്ട് രക്ഷിതാവിന് പങ്കെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് പ്രതിനിധിയെ അയക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് മാത്രമാണ് പോകേണ്ടതെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കാരണങ്ങൾക്കൊന്നും നിങ്ങൾക്ക് മറ്റൊരാളെ അയക്കാൻ സാധിക്കില്ല. വിദ്യാർത്ഥികളെ മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഇനി എന്തെങ്കിലും കാരണത്താൽ നേരിട്ട് എന്തെങ്കിലും കാരണത്താൽ 2 ഇടത്ത് പോകേണ്ടി വരിക അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് ഹാജരാകാൻ പറ്റാത്ത എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥിയുടെ സാക്ഷ്യപത്രം കൊണ്ട് രക്ഷിതാവിനെ അയക്കാൻ സാധിക്കുന്നതാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നേരിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിക്കുമോ? എല്ലാ വിദ്യാർത്ഥികളുടെ ഒരു സംശയം തന്നെയായിരിക്കും, ഞാൻ സ്പോട്ട് അഡ്മിഷന് പോയാൽ എനിക്ക് അഡ്മിഷൻ ലഭിക്കുമോ? നമുക്ക് നോക്കാം. നേരിട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നത് കൊണ്ട് മാത്രം അലോട്ട്മെൻറ്റ് ലഭിക്കണമെന്നില്ല. ഒഴിവുള്ള കോഴ്സുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതിനാവശ്യമായുള്ള ഇൻഡെക്സ് മാർക്ക്, റിസർവേഷൻ തെളിയിക്കുന്നതിലേക്കുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവ വിദ്യാർത്ഥികളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും അഡ്മിഷൻ ലഭിക്കുന്നതിന് യൂണിവേഴ്സിറ്റി ഉത്തരം പറഞ്ഞു. സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നത് കൊണ്ട് മാത്രം അലോട്ട്മെൻറ്റ് ലഭിക്കണമെന്നില്ല. നിങ്ങൾ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാലും അലോട്ട്മെൻറ്റ് ലഭിക്കണം, അഡ്മിഷൻ ലഭിക്കണം എന്നുള്ളതിന് യാതൊരു നിർബന്ധവുമില്ല.
കോളേജ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിന് ആവശ്യമായ ലഭിക്കാൻ ആവശ്യമായ കോളേജ് കോഴ്സുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഡസ് മാർക്ക്, നിങ്ങളുടെ ഇൻഡസ് മാർക്ക് പരിശോധിക്കും. നിങ്ങൾക്ക് ഇൻഡസ് മാർക്ക് കോളേജിലേക്കും കോഴ്സുകളിലേക്കും ലഭിക്കാനുള്ള ഇൻഡസ് മാർക്ക്, റിസർവേഷൻ, ഇപ്പോൾ SC ST PWBD അതുപോലെ തന്നെ മുസ്ലിംസ് എന്നിങ്ങനെയുള്ള റിസർവേഷൻ, മറ്റ് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവ വിദ്യാർത്ഥികളുടെ കൈവശമുണ്ടെങ്കിൽ മാത്രമേ അലോട്ട്മെൻറ്റ് ലഭിക്കുകയുള്ളൂ. ഇനി എന്താണ് സീറ്റ് കൺവെർഷൻ നമുക്ക് നോക്കാം. നിലവിലെ റിസർവേഷൻ മാനദണ്ഡം പ്രകാരം ഒരു വിഭാഗം വിദ്യാർത്ഥികൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന സീറ്റുകളിൽ അവരുടെ അഭാവത്തിൽ ഒഴിവ് വരുന്ന പക്ഷം സർക്കാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ അർഹരായ മറ്റ് വിഭാഗം വിദ്യാർത്ഥികൾക്കായി മാറ്റി നൽകുന്നു. വിശദവിവരങ്ങൾ പ്രോസ്പെക്ടസിൽ പരിശോധിക്കുക. ഇപ്പം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെർഷൻ എന്ന് പറയുമ്പം നിലവിലെ റിസർവേഷൻ മാനദണ്ഡങ്ങൾ പ്രകാരം ഓരോ വിഭാഗം വിദ്യാർത്ഥികൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സീറ്റുകൾ, അതിപ്പോൾ പറയുകയാണെങ്കിൽ SC കാറ്റഗറിക്കാർക്ക് റിസർവേഷൻ ഉണ്ട്, ST കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ട്, മുസ്ലിം കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ട്, PWBD വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ഉണ്ട്, EWS വിഭാഗത്തിന് റിസർവേഷൻ ഉണ്ട് എന്നിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന സീറ്റുകളിലേക്ക് ഇപ്പോൾ SC കാറ്റഗറിയിൽ പെടുന്ന SCയുടെ കാറ്റഗറിയിൽ SC കാറ്റഗറിയിൽ മാത്രമേ വരുന്നുള്ളൂ. ST കാറ്റഗറിയിൽ പെടുന്ന സീറ്റുകൾക്ക് ST കാറ്റഗറിയിൽ മാത്രമേ വരാൻ പറ്റൂ. മുസ്ലിംസിന് വേണ്ടി സംവരണം ചെയ്തിട്ടുണ്ടെങ്കിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. EWS ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം റിസർവേഷൻ ഉണ്ട്, അവർക്ക് മാത്രമേ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള സീറ്റുകൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു SC ST കാറ്റഗറിയിൽ പെടുന്ന സീറ്റുകളിലേക്ക് സീറ്റുകൾ ഒഴിവുണ്ട്, പക്ഷേ SC ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളില്ല. അങ്ങനെയുള്ളപ്പം സർക്കാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ അർഹരായ മറ്റ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാറ്റി നൽകും. അതായത് ഇപ്പം SC ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഏതാനും സീറ്റുകളുണ്ട്, പക്ഷേ SC ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളില്ല. അങ്ങനെയുള്ളപ്പോൾ മറ്റ് കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ മാറ്റി നൽകുമെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക. നിലവിൽ അഡ്മിഷൻ ലഭിച്ചവർക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? ഓക്കെ, വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ നിലവിൽ ഏതെങ്കിലും കോളേജുകളിൽ അഡ്മിഷൻ എടുത്തവർക്ക്, അതായത് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്തവർക്ക്, അതായത് അഡ്മിഷൻ ലഭിച്ചവർക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. പങ്കെടുക്കാവുന്നതാണ്. മുൻ അലോട്ട്മെൻറ്റുകളിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചവർക്ക് പ്രസ്തുത കോളേജിൽ അഡ്മിഷൻ തുടരുന്ന വിദ്യാർത്ഥികളെ SC ST PWBD വിഭാഗങ്ങൾക്കൊഴികെ സ്പോട്ട് അഡ്മിഷനിൽ പരിഗണിക്കുന്നതല്ല. ഇവിടെ പറയുന്നത് ഇത്ര മാത്രമാണ്. നിലവിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷന് വേണ്ടി പങ്കെടുക്കാം. പക്ഷേ SC ST PWBD വിദ്യാർത്ഥികൾക്ക് ഒഴികെ പങ്കെടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. പക്ഷേ SC കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥി, അതുപോലെ തന്നെ ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥി, PWBD വരുന്ന വിദ്യാർത്ഥി എന്നിങ്ങനെ ഈ 3 കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ബാക്കിയുള്ള കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു സംശയമാണ് നമുക്ക് നോക്കാം. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ വരുന്നവർ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം? നിങ്ങൾ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുവരുന്നത്? രജിസ്ട്രേഷൻ നടത്തിയ പ്രൊഫൈലിൻ്റെ പ്രിൻ്റ് ഔട്ട്. നിങ്ങൾ രജിസ്ട്രേഷൻ നടത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. യോഗ്യത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ +2 അതാണ് ഉദ്ദേശിക്കുന്നത്. ജാതി സർട്ടിഫിക്കറ്റ് കൈ കരുതുക. ഇനി നോൺ ക്രിമിനൽ ലെയർ സർട്ടിഫിക്കറ്റ് ഫോർ SC/BC കാൻഡിഡേറ്റ്. അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ SC/BC കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. ആൻഡ് OBC കാൻഡിഡേറ്റ്, SC/BC ആൻഡ് OBC കാൻഡിഡേറ്റ്സിനാണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണ്ടത്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC/ST കാൻഡിഡേറ്റിന്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് SC/ST കാൻഡിഡേറ്റിന് മാത്രമാണ്. EWS സർട്ടിഫിക്കറ്റ് ഫോർ EWS കാൻഡിഡേറ്റ്, EWS സർട്ടിഫിക്കറ്റ് EWS കാൻഡിഡേറ്റ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അസൽ പകർപ്പുകൾ നിർബന്ധമായും കയ്യിൽ കരുതേണ്ടതാണ്. ഇനി അടുത്ത സംശയമാണ്, എന്തടിസ്ഥാനത്തിലാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നത്? എന്തടിസ്ഥാനമാക്കിയാണ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്? റിസർവേഷൻ കാറ്റഗറിയിൽ പ്രസ്തുത റിസർവേഷന്
അർഹം അർഹമാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെയും ഇൻഡസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് സീറ്റുകളിൽ ഇൻഡസ് മാർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് പ്രവേശനം നടത്തുന്നത്. അതിപ്പോൾ നിങ്ങളുടെ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാകും. നല്ല ടൈം വൈകുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേഗം പോകുന്നത്. ഇൻഡസ് മാർക്ക് എവിടെ നിന്ന് മനസ്സിലാക്കാം? ഓരോ വിഷയത്തിൻ്റെ ഇൻഡസ് മാർക്ക് വിദ്യാർത്ഥികളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ലഭ്യമാണ്. അത് നിങ്ങളുടെ അപേക്ഷ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഉണ്ടാകും. ആ പ്രിൻറ്റിൽ ഓരോ കോളേജുകളും ഓരോ കോഴ്സുകളും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഇൻഡസ് മാർക്ക് എന്നൊരു കോളം കാണാം. നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇൻഡസ് മാർക്ക് അറിയാൻ സാധിക്കും. വേക്കൻസി പൊസിഷൻ എവിടെ നിന്ന് ലഭിക്കും? അഡ്മിഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് admission.keralauniversity.ac.in admission.keralauniversity.ac.in/FIUGP 2025 admission.keralauniversity.ac.in/FIUGP 2025 admission.keralauniversity.ac.in/FIUGP 2025 admission.keralauniversity.ac.in/2025 എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റുകൾ ലഭ്യമാണ്. സ്പോട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അതേ അലോട്ട്മെന്റിൽ മറ്റ് സീറ്റുകളിലേക്ക് പ്രവേശനം ലഭിക്കുമോ? അതിപ്പോൾ നിങ്ങൾ എന്താണ്, നിങ്ങൾക്കിപ്പോൾ സ്പോട്ട് അഡ്മിഷനിൽ ഒരു സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ മറ്റ് സീറ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുമോ? കിട്ടുമോ? ഇല്ല. അതിനുത്തരം എന്ന് പറയുന്നത് നിങ്ങൾ സ്പോട്ട് അഡ്മിഷൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു സെൻറ്ററിൽ മാത്രമല്ല, ഇപ്പം ഒരു സോണിൽ, ഇപ്പം ഞാൻ പറഞ്ഞു സ്പോട്ട് അഡ്മിഷൻ വിവിധ കേന്ദ്രങ്ങളിലായിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ ഒരു കേന്ദ്രത്തിൽ അപേക്ഷിച്ചു, 2 കേന്ദ്രത്തിൽ അപേക്ഷിച്ചു, അപ്പോൾ നിങ്ങൾക്ക് ഒരു കേന്ദ്രത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു കേന്ദ്രത്തിൽ ലഭിക്കുന്നില്ല. കാരണം ഇല്ല, ഒരു സോൺ അലോട്ട്മെന്റ് ലഭിക്കുന്നവരെ മറ്റ് സോണുകളിൽ അലോട്ട്മെന്റ് പരിഗണിക്കില്ല. അത് നിങ്ങൾ ഒരു സെൻറ്ററിൽ നിങ്ങൾ പോയി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത മറ്റ് സോണിൽ, അത് മറ്റ് സെൻറ്ററിൽ നിങ്ങളെ പരിഗണിക്കുന്നതല്ല. സ്പോട്ട് അലോട്ട്മെന്റിന് പുതിയ ഓപ്ഷനുകൾ നൽകേണ്ടതുണ്ടോ? നോക്കാം. നൽകേണ്ടതില്ല. നിലവിൽ പ്രൊഫൈലിൽ എല്ലാ കോഴ്സുകളും ഓപ്ഷനുകളും സ്പോട്ട് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുന്നതാണ്. കോളേജ് മാനദണ്ഡമില്ല. അത് നിങ്ങൾ നിലവിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഓപ്ഷനുകളും അലോട്ട്മെന്റായി പരിഗണിക്കുന്നതാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള എല്ലാ ഓപ്ഷനുകളും, എല്ലാ കോളേജുകളും, എല്ലാ കോഴ്സുകളും അലോട്ട്മെന്റായി പരിഗണിക്കപ്പെടുന്നതാണ്. സ്പോട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്നവർ ഫീസ് അടയ്ക്കേണ്ടതുണ്ടോ? സ്പോട്ട് അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഫീസ് അടയ്ക്കണോ? നമുക്ക് നോക്കാം. ഇതുവരെ അഡ്മിഷൻ ഫീ അടയ്ക്കാത്ത വിദ്യാർത്ഥികൾ സ്പോട്ട് അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ, ഇതുവരെ നിങ്ങൾ അപേക്ഷിച്ചു പക്ഷെ അലോട്ട്മെന്റ് ഒന്നും ലഭിച്ചില്ല, അതുപോലെ തന്നെ പുതുതായി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സ്പോട്ട് അഡ്മിഷനിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീസ് ഇനത്തിൽ SC/ST വിഭാഗങ്ങൾക്ക് 1390 രൂപ. നിങ്ങൾക്ക് ഇതുവരെ പ്രവേശനം ലഭിക്കാത്തവർക്ക് ആദ്യമായി പ്രവേശനം ലഭിക്കുമ്പോൾ SC/ST കാറ്റഗറിയിൽ പെടുന്നവർ 1390 രൂപ, ജനറൽ മറ്റ് സംവരണ വിഭാഗക്കാർ 2800 രൂപ അടയ്ക്കേണ്ടതാണ്. ഇതിനായി പ്രത്യേകം സമയം അനുവദിക്കുന്നതല്ല. മുൻപ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ചവർ പ്രസ്തുത പേയ്മെന്റ് റെസീറ്റ് കയ്യിൽ കരുതേണ്ടതാണ്. ഈ 1390 രൂപ SC/ST വിദ്യാർത്ഥികൾക്കും 2800 രൂപ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളും ഫീസ് അടയ്ക്കേണ്ടതാണ്. പ്രത്യേക സമയം അനുവദിക്കില്ല. മുൻപ് ഈ ഫീസ് അടച്ചവർ നിങ്ങൾ അടച്ചതിൻ്റെ റെസീറ്റ് കയ്യിൽ കരുതേണ്ടതാണ്. ഇനി ഇതാണ് എന്ത് ചെയ്യുന്നത്, സ്പോട്ട് അഡ്മിഷൻ്റെ സെൻറ്റർ മേഖല. സ്പോട്ട് അഡ്മിഷൻ്റെ സെൻറ്ററുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആലപ്പുഴ ആഗസ്റ്റ് 19 ഓൾ കോഴ്സസ് ആണ്. അതുപോലെ തന്നെ കൊല്ലം ആഗസ്റ്റ് 20-21 BSc, BCom, BBA, BCA, BMS ആൻഡ് വൊക്കേഷണൽ 21 ഓൾ BA കോഴ്സസ് SN കോളേജ് കൊല്ലം. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ആഗസ്റ്റ് 22, 23, 25 തീയതികളിൽ 22 ഓൾ BSc, 23 BCom, BBA, BCA, BMS ആൻഡ് വൊക്കേഷണൽ. ആഗസ്റ്റ് 25 ഓൾ BA കോഴ്സസ് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ പാളയം തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. കോളേജ് പ്രവേശനം 26, 27 തീയതികളിൽ നടക്കും. നിങ്ങൾക്ക് കോളേജ് പ്രവേശനം ആഗസ്റ്റ് 26, 27 തീയതികളിൽ കോളേജ് പ്രവേശനം നടക്കും എന്ന് രജിസ്ട്രാർ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും വളരെ വലിയൊരു വീഡിയോ ആണെന്ന് ഞാൻ മാക്സിമം ചുരുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നിങ്ങൾക്ക് തന്നെ ഇപ്പം നോക്കി കാണാം, നിങ്ങൾക്ക് തന്നെ ഈ പേജ് നോക്കിയാൽ കാണാം,
ഒരു വലിയൊരു സംശയം തന്നെയായിരുന്നു. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ കാണുന്നതിന് മൈ നെയിം ഇസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.